അവര് വിട്ടുപോകാണല്ലോ. എടാ നീ ഒന്ന് കയറ്റി പിടിക്കാൻ നോക്ക്. എന്തുപറ്റി? അല്ല, വഴി തെറ്റിയോന്ന് എനിക്കൊരു സംശയം. എന്തായാലും മുന്നോട്ട് പോവാം. ഏതെങ്കിലും ഒരു റോഡിൽ ചെന്ന് കയറാതിരിക്കില്ലല്ലോ. ആരെങ്കിലും കണ്ടാൽ നമുക്ക് ചോദിക്കാം. ഇവിടം അത്ര സുരക്ഷിതമല്ലെന്നൊരു തോന്നല്. അതുകൊണ്ടാ റൂം ഒന്ന് മതിയെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മളൊരു അകൽച്ച കാണിച്ചാൽ അതൊരു പക്ഷേ അപകടമായേക്കും. ആ ജീപ്പിൽ വന്ന രണ്ടുപേരുടെ റൂം ഏതാ? എന്താ കാര്യം? പരിചയക്കാരാ, അത് അവരോട് പറഞ്ഞോളാം. ഓ, ഏതാ റൂം? ദാ അവിടെയാ. വാടാ. ഞാൻ പുറത്തുണ്ടാവും. വാതിലടച്ച് കിടന്നോ. പുറത്താളുണ്ട്. എടേ, ബെല്ലടിക്കാൻ പോവാണേ. എടാ, ഒരല്പം മാന്യമായിട്ടൊക്കെ നിക്കടാ. നമ്മളെ കാണുമ്പോ മാന്യന്മാരായിട്ട് തോന്നണ്ടേ? അതിനവര് മാന്യന്മാരാണോന്ന് അറിയില്ലല്ലോ. അതറിയാനാണല്ലോ നമ്മളിപ്പോ വന്നിരിക്കുന്നേ. ചുറ്റിക്കളിയാണെങ്കിലേ വാതിൽ തുറക്കുമ്പോഴേ മുഖത്തൊരു പരിഭവം ഉണ്ടാവും. മുഖത്ത് രക്തം വാർന്നു പോയ അവസ്ഥയും. അതിൽ കയറി പിടിച്ച് നമ്മളങ്ങ് തുടങ്ങുന്നു. ഇനിയിപ്പോ ചുറ്റിക്കളി അല്ലെങ്കിൽ ചുറ്റിക്കളി അല്ലെങ്കിലും നമ്മളങ്ങ് കയറും. ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു കേസ് വന്നാലും വിളിക്കേണ്ടവരൊക്കെ വിളിച്ച് ഞാനങ്ങ് ഒതുക്കിയേക്കാടാ. എന്നാ പിന്നെ ബെല്ലടിക്കട്ടെ. അടിയടാ. പേടിക്കണ്ട. എന്റെ ശവത്തിൽ ചവിട്ടിയെ അവർക്ക് ശാലിനിയുടെ അടുത്തെത്താൻ പറ്റും. തുറക്കുന്നില്ലല്ലോ. ഒന്നൂറ് അടിയടാ. എന്താ എന്താ വേണ്ടത്? അല്ല, മലയാളികളാണെന്ന് മനസ്സിലായി. അല്ല, ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാ. ഓ, ഏട്ടന് കാര്യം മനസ്സിലായി. ഫാമിലി അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വന്ന ജീപ്പിനെ ഫോളോ ചെയ്ത് കുറച്ചു നേരം ഓടിയല്ലേ നിങ്ങൾ രണ്ടുപേരും? ഞാൻ പറഞ്ഞില്ലേ പരിചയപ്പെടാനായിട്ട്. ഇവിടെ ഇങ്ങനെ വരുന്ന ഒട്ടുമിക്ക പേരെയും ഞങ്ങളിങ്ങനെ പരിചയപ്പെടാറുണ്ട്. എന്തായാലും എല്ലാരെയും കൂടി പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. ആദ്യം ആരെങ്കിലും ഒരാളെ പരിചയപ്പെടുത്താം. അതെങ്ങനുണ്ട്? പിന്നെ ബാക്കി വരുന്ന ഓരോരുത്തരെ പരിചയപ്പെടുത്താം. അത് ഓക്കെ അല്ലടാ? അത് മതി.
എന്നാ പിന്നെ ഇവനെ ആദ്യം പരിചയപ്പെടുത്താം.